നമ്മുടെ ആലപ്പുഴയുടെ പേരിൽ ഇന്ത്യൻ നേവിക്ക് ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? INS ആലപ്പി. അതിശയകരമായ കാര്യം, ആ ഷിപ്പിന്റെ ആദ്യ കമാൻഡിംഗ് ഓഫീസർ ഒരു ആലപ്പുഴക്കാരനായിരുന്നു. തന്റെ ജന്മനാടിനോടുള്ള ആദര സൂചകമായി ഒരിക്കൽ അദ്ദേഹം INS ആലപ്പിയെ ആലപ്പുഴയുടെ തീരത്തെത്തിച്ചു. 1970-കളിൽ അമേരിക്കയുടെ 7ാം കപ്പൽപ്പടയെ വെല്ലുവിളിക്കാൻ ഇന്ദിരാഗാന്ധിക്ക് കരുത്തായത് ഇന്ത്യൻ നേവിയിലുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു. ഈ കാലയളവിൽ ഇന്ത്യയുടെ സമുദ്രതീരങ്ങളിൽ ശത്രു രാജ്യങ്ങൾ മൈനുകൾ സ്ഥാപിക്കുന്നത് പതിവായിരുന്നു. ആ മൈനുകൾ കണ്ടെത്തി നിർവീര്യമാക്കാൻ മൈൻ സ്വീപ്പേഴ്സ് വിഭാഗത്തിൽപ്പെടുന്ന ഷിപ്പുകൾ വാങ്ങിക്കാൻ അന്ന് ഇന്ത്യ തീരുമാനിച്ചു. അങ്ങനെ 1978-80 കാലഘട്ടത്തിൽ ഇന്ത്യ USSRൽ നിന്നും 6 മൈൻ സ്വീപ്പർ ഷിപ്പുകൾ വാങ്ങിക്കൂട്ടി. ഈ ഷിപ്പുകൾക്ക് അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന ചില ചെറിയ തുറമുഖങ്ങളുടെ പേരുകളാണ് നൽകപ്പെട്ടത്. USSRലെ ലെനിൻഗ്രാഡിൽ നിർമ്മിക്കപ്പെട്ട INS ആലപ്പി 1980 ജൂൺ 10-ന് ലാറ്റ്വിയയിലെ പോർട്ട് റീഗയിൽ വെച്ച് ഇന്ത്യൻ നേവൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവിടെ വെച്ച് INS ആലപ്പിയുടെ കമാൻഡിംഗ് ഓഫീസറായി ഒരു ആലപ്പുഴക്കാരൻ ചുമതലയേറ്റു. കമാൻഡർ ഹെക്ടർ പോപ്പൻ. നമ്മുടെ ലിയോ 13 സ്കൂളിൽ പഠിച്ച് SD കോളേജിൽ കോളേജ് വിദ്യാഭ്യാസം നേടിയ ഹെക്ടർ പോപ്പൻ 1968-ലാണ് ഇന്ത്യൻ നേവിയിൽ ചേരുന്നത്. വിദേശ പരിശീലനം നേടിയ അദ്ദേഹം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നേവൽ അക്കാദമിയായ ഏഴിമല ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ ഫസ്റ്റ് പ്രോജക്ട് ഓഫീസറായും പ്രവർത്തിച്ചു. INS ആലപ്പിയുമായി അദ്ദേഹം ഒരിക്കൽ ജന്മനാടിന്റെ തീരത്തണഞ്ഞു. അന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നാടൊന്നാകെ അദ്ദേഹത്തെയും സംഘത്തെയും സ്വീകരിച്ചു. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന പഴയകാല ചിത്രങ്ങളെല്ലാം തന്നെ കമാൻഡർ ഹെക്ടർ പോപ്പൻ അദ്ദേഹത്തിന്റെ സ്വകാര്യ ശേഖരത്തിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതാണ്. 35 വർഷം നീണ്ടുനിന്ന സേവനത്തിന് ശേഷം 2015 മാർച്ച് 13-ന് ഇന്ത്യൻ നേവിയുടെ വിശ്വസ്തയായ നൗക കാലയവനികയിലേക്ക് മറഞ്ഞു. അന്ന് വൈകുന്നേരം മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ വെച്ച് തന്റെ മുൻ കമാൻഡിംഗ് ഓഫീസർമാരുടെ എല്ലാം സാന്നിധ്യത്തിൽ INS ആലപ്പി ഡീകമ്മീഷൻ ചെയ്യപ്പെട്ടു. വർഷങ്ങൾക്കിപ്പുറം ആലപ്പുഴയിൽ ഒരു പോർട്ട് മ്യൂസിയം എന്ന ആശയം ഉടലെടുത്തപ്പോൾ INS ആലപ്പിയും അതിന്റെ ഭാഗമാകണമെന്ന് ഏവരും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അപ്പോഴേക്കും മിസൈലുകളുടെയും മറ്റും ലക്ഷ്യസ്ഥാനമായി ഉപയോഗിക്കുന്ന ഒരു ടാർഗറ്റ് ഷിപ്പായി INS ആലപ്പി മാറിയിരുന്നു. പകരക്കാരനായ ആലപ്പുഴ ബീച്ചിലെത്തിയത് ഇസ്രായേലിന്റെ സഹായത്തോടെ ഗോവയിൽ നിർമ്മിച്ച ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് T-81 എന്ന ഷിപ്പാണ്. ആലപ്പുഴ തുറമുഖത്തിന്റെ യശസ് പേറി രാജ്യത്തിന്റെ കപ്പൽ ചാലുകൾക്കും തുറമുഖങ്ങൾക്കും സുരക്ഷയൊരുക്കിയ INS ആലപ്പി ചരിത്രത്തിലേക്ക് മറയുമ്പോൾ ആലപ്പുഴയിൽ ഒരു പോർട്ട് മ്യൂസിയം എന്ന സ്വപ്നം ഇനിയും ബാക്കിയാണ്.